ഹലോ, ധനപാലനല്ലേ? അതെ, ആരാ? ഞാൻ ഹരിയുടെ ഏട്ടത്തിയാ. ആ, എന്താ സോഫി? ഹരി കോയമ്പത്തൂർ പോയിരിക്കുക. അതാ ഞാൻ. ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. ഹരി ഇന്നലെ വിളിച്ചിരുന്നോ? ആദ്യം വിളിച്ചപ്പോ ഞാൻ പുറത്തു പോയിരിക്കുകയായിരുന്നു. ഞാൻ വന്നു കയറിയപ്പോഴാ രണ്ടാമതും കോള് വന്നത്. ഓവോ, ചിട്ടിക്കാര്യത്തിന് വേണ്ടി ധനപാലനെ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു. യാത്രയുടെ തിരക്കിനിടയിൽ മറന്നു കാണുന്ന ഞാൻ കരുതിയത്. അതുകൊണ്ടാ ഞാൻ വിളിക്കാന്ന് വിചാരിച്ചത്. കാര്യങ്ങളൊക്കെ ഹരി പറഞ്ഞു. സത്യം പറഞ്ഞാ ഞാൻ അല്പം ടൈറ്റിലായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു കാര്യത്തിനായതുകൊണ്ടാ റിസ്ക് എടുക്കാമെന്ന് വെച്ചത്. ഏതായാലും ഒഴിവായി കിട്ടിയത് നന്നായി. ധനപാലൻ എന്താ പറഞ്ഞു വരുന്നേ? അതെ, ചിട്ടിപ്പണം വേണ്ടാന്ന് ഹരി എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞോ? അതെ, എന്താ ഒന്നും അറിയാത്ത പോലെ? അല്ല, ചിട്ടിപ്പണം എടുക്കണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് തന്നെ വേറൊരിടത്തുനിന്നും കുറച്ച് പണം കിട്ടാൻ സാധ്യതയുണ്ട്. അതാ. ഹരി അതൊന്നും പറഞ്ഞില്ല. പണം വേണ്ടാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. വയ്ക്കട്ടെ. ശരി. എന്താ? ഹരിസാറില്ലേ? ഓഫീസിൽ നിന്ന് വന്നിട്ടില്ലല്ലോ. ഓഫീസിൽ വിളിച്ചപ്പോ ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ. ഞാൻ കരുതി എത്തിക്കാണോന്ന്. അതാ ഇങ്ങോട്ട് വന്നത്. നിങ്ങളാരാ? എന്റെ പേര് ധനപാലൻ. ചിട്ടിക്കാരൻ ധനപാലൻ എന്ന് പറയും. ഒരു നല്ല വിശേഷം പറയാനുണ്ടായിരുന്നു. അതാ ഹരിസാറിനെ നേരിട്ട് കാണാമെന്ന് വെച്ചത്. എന്ത് വിശേഷം പറയാനുള്ളത്? ഒരു ചിട്ടിക്കാരന് അയാളുടെ ക്ലയന്റിനോട് പറയാനുള്ള നല്ല വിശേഷം എന്തോന്നാ, ചിട്ടി അടിച്ചു എന്ന്. അത്ര തന്നെ. ചിട്ടി അടിച്ചോ? അതെ, ഈ മാസത്തെ ചിട്ടി ഹരിസാറിനെ അടിച്ചിരിക്കുന്നത്. ഓ, ഹരിസാറിനെ കണ്ടു പറയുന്നത് ഇനി നടക്കും തോന്നുന്നു. ഏതായാലും സാറ് വരുമ്പോ എന്നൊന്ന് വിളിക്കാൻ പറഞ്ഞേരെ. പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഹലോ, എത്ര രൂപയുടെ ചിട്ടിയാ ഹരിക്ക് അടിച്ചിരിക്കുന്നത്? 2 ലക്ഷത്തിന്റെ. ചിട്ടി അടിച്ചു എന്ന് പറയുമ്പോ കാശ് ഉടനെ കിട്ടില്ലേ? കുറച്ച് ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് ഒക്കെ നടത്തണം, അത്രേ ഉള്ളൂ. ഏതായാലും ഹരിസാർ വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി. ആ.